ഹലോ ഗൈസ്, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് റീസെൻ്റ്ലി എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. പുതിയതായിട്ട് പെറ്റ്സിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ നോക്കുക. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ മാക്സിമം മുഴുവൻ കാണാൻ നോക്കുക. കുറേ നാൾ ആഗ്രഹിച്ച് നോക്കിയിരുന്ന ഞാൻ ഒരു ഷിറ്റ്സു പപ്പീനെ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ നെയിം മിലോ എന്നാണ്. അപ്പം മിലോയെ കൊണ്ടുവന്ന ശേഷം ഞാൻ ഈ വാക്സിനേഷൻ കാര്യങ്ങൾ അറിയാനായിട്ട് അടുത്ത ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലി അവൻ ടെമ്പറേച്ചറൊക്കെ നോക്കി എല്ലാം നോർമലാണ്, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ വീട്ടിൽ കൊണ്ടുപോയി. അടുത്ത ദിവസം അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല. അവന് കൊടുക്കുന്ന ഫുഡ് അവൻ കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ടോട്ടലി ഭയങ്കര വീക്കായിട്ടങ്ങ് ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ മെഡിസിൻ തന്നു, അതൊക്കെ കൊടുത്തു. അതിനുശേഷം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും അവൻ പോകുന്ന മോഷനിൽ ചെറിയ ഡ്രോപ്ലെറ്റ്സ് പോലത്തെ ബ്ലഡ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടിയിപ്പിച്ചു. പക്ഷെ അധികം യൂസ് ഒന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഞാൻ ChatGPT-യോട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചത്. അപ്പോൾ എന്നോട് ഒരു വൈറസിനെ പറ്റി പറഞ്ഞു. അതാണ് പാരോ വൈറസ്. നോർമലി ഇതെല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് ആക്ച്വലി വരുന്നത് പപ്പീസിലാണ്. വാക്സിനേറ്റഡ് ആവാത്ത പപ്പീസിലാണ് ഇത് മോസ്റ്റ്ലി വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോഗ്സിന്റെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ക് ഉണ്ട്, അവിടെയായിരിക്കും ഇത് ആദ്യം ഈ വൈറൽ ഡിസീസ് വരുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്താൽ മാക്സിമം നമുക്ക് അതിനെ രക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷേ മിലോന് അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തി. കാരണം ഞാൻ കൊണ്ടുപോയ ഹോസ്പിറ്റൽ അതുപോലെ ഒരു യൂസ്ലെസ് ആയ ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവൻ വീക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അവനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഒറ്റ ചാൻസേ ഉള്ളൂ, ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെന്റ് ചെയ്യും ഡോക്ടർ, എങ്ങനെയായാലും നമുക്ക് മാക്സിമം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവനെ ഡ്രിപ്പും അവന് ഓക്സിജൻ കൊടുത്തു. ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഡോക്ടർ എന്നെ കുറേ വഴക്ക് പറഞ്ഞു ഇവനെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ. ഇതൊരു ഡിസീസാണ്, അതെന്ന് പറഞ്ഞാൽ പപ്പീസിനെ ഫുൾ ഓർഗനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇത് ഭയങ്കര പെയിൻഫുൾ ആണ്. അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരൊറ്റ സൗണ്ടിലൂടെയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മിലോയ്ക്ക് വന്ന പോലെ വേറൊരു പപ്പീസിന് വരാൻ പാടില്ല. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പം അവിടെ ഒരു യൂസ്ഫുള്ളും നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നോക്കുക. ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കുക. എന്നാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്.